ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചോക്ലേറ്റ് കപ്പ് കേക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ രണ്ട് രീതിയിലാണ് ഇതുണ്ടാക്കി കാണിക്കുന്നത്. ഒന്ന് ഓവനിൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, മറ്റൊന്ന് സാധാരണ സ്റ്റൗവിൽ വെച്ചിട്ടും ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പോളം ഷുഗർ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേർഡാണ് കേട്ടോ. അപ്പോൾ അത് 1 കപ്പോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അത്രയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് 1/4 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്, 1/4 കപ്പോളം കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഞാൻ ഹർഷീസിൻ്റെ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇപ്പോൾ അരിച്ചെടുത്ത് വന്നിട്ടുള്ളതാണ്. ഇനി കുറച്ചായിട്ട് ഈ മാവ് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. അങ്ങനെ മിക്സ് ചെയ്താലും നമ്മുടെ കേക്ക് ശരിയായി വരില്ല. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മിക്സ് ചെയ്യുന്ന രീതിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ഓവറായിട്ട് പോകണ്ട കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നും മോൾഡിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് കേക്ക് ഉണ്ടാക്കുന്നത് ഓവനിൽ വെച്ചിട്ടാണേ. അപ്പോൾ ഓവനിലേക്ക് വെക്കുന്നതിന് മുമ്പേ 5 മിനിറ്റ് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം 180 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പോൾ ഞാനവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഈ മോൾഡിലോട്ട് ആക്കി കൊടുക്കുന്നത്. ഓരോ കുഴിയിലും 3/4 ഭാഗത്തോളം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാറ്റർ. അപ്പോൾ എല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷമാണ് ഓവനിലേക്ക് വെച്ച് കൊടുക്കാനുള്ളത്. 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റാണ് ഞാൻ ടൈം സെറ്റ് ചെയ്യുന്നത് കേട്ടോ. എനിക്കത് കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടാറുണ്ട്. പിന്നെ ഓരോരുത്തരെയും ഓവനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് നമ്മൾ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുന്ന ബാച്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ഫില്ലാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് ഫില്ലാക്കുന്നുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ അടുപ്പത്തോട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാം. കേക്ക് മോൾഡിലേക്ക് ബാറ്റർ ഫുൾ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ 20 മിനിറ്റ് ഒന്ന് കുക്കാക്കിയെടുക്കുക. ഇനി ഓപ്ഷണലായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ കാണിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവർ കാണുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് എടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം ചോക്ലേറ്റാണ് ഇപ്പോൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചെറിയ ചൂടായിട്ടുള്ള പാല് ഒരു 2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും ആ കേക്ക് ചുമ്മാ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതൊന്ന് മിക്സാക്കി വരുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറാനായിട്ട് വയ്ക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഓവനിൽ ആദ്യം വെച്ചിട്ടുള്ള കേക്ക് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മോൾ ഭാഗമൊക്കെ നല്ല മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് പേഴ്സണലി ഓവനിൽ വെക്കുന്ന കേക്കിനേക്കാളും ഇഷ്ടം നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചുണ്ടാക്കി എടുക്കുന്ന കേക്കാണ്. അതാണ് ഇതിനേക്കാളും നല്ല ടെക്സ്ചറിൽ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ ഞാനൊരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുന്നുണ്ട്. വെന്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി അടുപ്പത്തോട്ടിരിക്കുന്ന സംഭവം തുറന്ന് നോക്കുമ്പോൾ അവിടെയും നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഓവനിൽ വെച്ചതിൻ്റെയും ഈ ഒരു സ്റ്റൗ ടോപ്പിൽ വെച്ചതിൻ്റെയും വ്യത്യാസം. അപ്പോൾ ഇതും ഒന്ന് കുത്തി നോക്കുമ്പോൾ ഇത് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. പക്ഷേ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അതുപോലെ ടെക്സ്ചറും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഡാർക്ക് കളറായിട്ട് തന്നെ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റൗവിലും ഓവനിലും വെക്കുന്നതിൻ്റെ ഡിഫറൻസ് അതിൻ്റെ കളറിലും ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ടെക്സ്ചറിലും ഉണ്ട്. അപ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ടുള്ളതാണ് നമ്മൾ സ്റ്റൗവിൽ വയ്ക്കുമ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഓവനിൽ വയ്ക്കുമ്പോൾ മുകൾ ഭാഗമൊക്കെ മുരിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതൊരു മഫിൻ്റെ ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാ തൊട്ട് നോക്കുമ്പോൾ നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഇച്ചിരി കട്ടിക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്റ്റൗ മതി കേട്ടോ നമുക്ക് നല്ല കേക്കുകൾ ഉണ്ടാക്കി എടുക്കാനായിട്ട്.
അപ്പോൾ ഇതൊരു എഗ്ലെസ് കേക്ക് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ പറയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ അത്രയും സോഫ്റ്റും നല്ല ടേസ്റ്റും അതുപോലെ നല്ല ടെക്സ്ചറുമാണ് ഈ ഒരു കേക്കിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓവനിൽ വെച്ചിട്ടുള്ള കേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ മോൾ ഭാഗം മാത്രമേ നന്നായിട്ട് മൊരിഞ്ഞിട്ടുള്ളൂ, ബാക്കിയെല്ലാം നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ക്രീം ചെയ്ത് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്കായിട്ടാണ് ഇങ്ങനെ കാണിക്കാനായിട്ട് പോകുന്നത്. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള 4 ടേബിൾ സ്പൂണോളം ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തണുത്തിട്ട് വേണം ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ക്രീം ലൂസായിട്ട് പോവും. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ വിപ്പാക്കി എടുക്കുക. ഇനി ഒരു പൈപ്പിംഗ് ബാഗ് എടുക്കുക. ഞാൻ ഇതുപോലൊരു നോസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് അതിനകത്തോട്ട് ഇറക്കി കൊടുക്കുക. ആ ടിപ്പ് പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ക്രീം നിറച്ചു കൊടുക്കുക. പൈപ്പിംഗ് ബാഗിൽ ക്രീം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ക്രീമിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ആ ക്രീമിനകത്തുള്ള എയർ ബബിൾസൊക്കെ അങ്ങ് മാറും. അപ്പോൾ ക്രീം ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് കപ്പ് കേക്കിന് വിപ്പിംഗ് ക്രീം വെച്ച് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ക്രീമാണ് കേട്ടോ ഞാനിന്ന് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ബട്ടർ ക്രീമൊക്കെ ഇഷ്ടമുള്ളവർ ആ രീതിയിൽ ചെയ്ത് കഴിക്കുക, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഒന്നുമില്ലെങ്കിലും ഈ കേക്ക് നല്ല ടേസ്റ്റിയാണ്, ജ്യൂസി ആയിട്ടുള്ളൊരു കേക്കാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഷുഗർ ബോൾസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കപ്പ് കേക്ക് എടുത്തിട്ടൊന്ന് പൊട്ടിച്ച് കാണിക്കാം. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ഈ പേപ്പർ ഇളക്കുമ്പോൾ തന്നെ ആ കേക്കൊക്കെ അങ്ങ് പിഞ്ഞ് വരുന്നുണ്ട്, അത്രയും സോഫ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും.